ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. രക്തതാൽച്ചിയും അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. കർത്താവേ, അങ്ങേക്ക് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവിൻ്റെ രക്തതാൽച്ചിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങേക്ക് സ്തോത്രം, അങ്ങേക്ക് സ്തോത്രം, അങ്ങേക്ക് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തതാൽച്ചി, യേശുവിൻ്റെ താഴ്ച അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം, 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 മഹത്വം. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, ദൈവത്തിൻ്റെ ന്യായപ്രമാണം എന്ന് പറയുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട വചന കൂട്ടായ്മയിൽ കർത്താവിൻ്റെ തിരുവചനം ഘോഷിക്കാനായി ദൈവമായ കർത്താവ് ഒരു നല്ല സമയത്തെയും ഒരു നല്ല സന്ദർഭത്തെയും ഒരുക്കി തന്നിരിക്കുന്നു. ദൈവത്തിന് നന്ദി പറയാം, ദൈവത്തിന് നമുക്ക് സ്തുതിക്കാം. നമ്മുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന രക്ഷിതാവിൻ്റെ വരവ് അല്പം ഒന്ന് താമസിച്ചത് കൊണ്ട് ഇങ്ങനെ ഒരു അവസരം കൂടെ നമുക്ക് ലഭ്യമായിരിക്കുന്നു. പ്രിയരെ, നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എനിക്ക് ഇങ്ങനെ വീണ്ടും ഒരു അവസരം ഒരുക്കി തന്ന പ്രിയ സാജി ബ്രദറിനോടും കുടുംബത്തോടുമുള്ള എൻ്റെ പ്രത്യേക നന്ദിയും സ്നേഹത്തെയും ഞാൻ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ വചന ധ്യാനത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പഴയ ഒരു ഗാനത്തിൻ്റെ ചില അടികൾ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രിയ ദൈവമക്കളെ, അപ്പോൾ തന്നെ എൻ്റെ വചന ശുശ്രൂഷയുടെ ഭാഗമായിട്ടുള്ള ഒരു ഗാനം കൂടെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് എൻ്റെ പ്രതിഫലം നോക്കുന്ന ഒരു ദിവസമുണ്ട് എന്നതാണ്. ആകയാൽ പ്രിയ ദൈവമക്കളെ, നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രതിഫലം തന്നിടുവാ യേശുരാജൻ വന്നിടുവാ, അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാ, അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാ. ദൈവിക ഭവനമതിൽ പുതുവീടുകൾ ഒരുക്കിയവൻ, ദൈവിക ഭവനമതിൽ പുതുവീടുകൾ ഒരുക്കിയവൻ, വരും മേഘമതിൽ നമ്മെ ചേർത്തിടുവാൻ നടുവാനിൽ ദൂതരുമാ, പ്രതിഫലം തന്നിടുവാ യേശുരാജൻ വന്നിടുവാ, അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാ, അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാ. വിണ്ണിലുള്ളതുപോലെ ഇനി മണ്ണിലും ദൈവഹിതം, വിണ്ണിലുള്ളതുപോലെ ഇനി മണ്ണിലും ദൈവഹിതം, പരിപൂർണമായി ദൈവിക രാജ്യമിപ്പാരിലും സ്ഥാപിതമാക്കിടുവാ, പ്രതിഫലം തന്നിടുവാ യേശുരാജൻ വന്നിടുവാ, അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാ, അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാ. എല്ലാ പ്രിയപ്പെട്ടവരും എൻ്റെ കടശി ചരണം നമുക്ക് ചേർന്ന് ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. കാലമെല്ലാം കഴിയും, ഇന്നു കാൺമതെല്ലാം അഴിയും, കാലമെല്ലാം കഴിയും, ഇന്നു കാൺമതെല്ലാം അഴിയും, പിന്നെ പുതുയുഗം വിരിയും,
തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. പ്രിയപ്പെട്ടവരെല്ലാവരും ഇരിക്കുന്ന ഇടത്ത് ഒരു നിമിഷം ഒന്ന് കണ്ണുകളടച്ചാട്ടെ, നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, അപ്പ ഈ രാത്രിയുടെ വേളയിൽ വചനവുമായി കർത്താവെ അടിയൻ കടന്നു വരുന്നു. വചനത്തിന് മുൻപിൽ താണിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവരെയും അപ്പച്ചന്റെ പൊന്നു പാദപീഠത്തിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നതാണ്. നിരാശയോടെ, ദുഃഖത്തോടെ, വേദനയോടെ, ഭാരത്തോടുകൂടെ ആരെങ്കിലും വചനത്തിന് മുൻപിലായിരിക്കുന്നുവെങ്കിൽ ഇന്നത്തെ വചനം അവർക്കൊരു ആശ്വാസം, വിടുതലമായി മാറണം. കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി അപ്പച്ചൻ ഒരുക്കുന്ന ഒരു വലിയ പ്രതിഫലമുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്ന ഒരു വലിയ നിത്യതയുണ്ട്. അതാണപ്പാ ഞങ്ങളുടെ പ്രത്യാശയും. ആകയാൽ കർത്താവെ, ഇന്ന് വചനത്തിന്റെ മുൻപിൽ ഹല്ലേലൂയ കർത്താവ് ഇറങ്ങി വന്നാട്ടെ. അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തിയാൽ എല്ലാവരെയും കർത്താവ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ പൊടിയോട് താഴ്ത്തി സമർപ്പിക്കുന്ന പിതാവെ, അനുഗ്രഹിച്ച് മാനിച്ചാട്ടെ. ദൈവപ്രവൃത്തിക്കായി താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവ്. സകലവിധ നന്മകളെ കൊണ്ട് കർത്താവ് നിറയ്ക്കണം. സകലതും ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ അരുമ രക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിൽ പ്രിയമിച്ചിരിക്കുന്ന ദൈവമക്കളെ, സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമോ എന്ന് എനിക്കൊരു ചിന്തയുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ പകൽക്കാലം ശാരീരികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു. കാരണം വോമിറ്റിങ്ങും മറ്റും ഒക്കെ എനിക്കുണ്ടായിരുന്നു, ഛർദിലും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ വളരെയേറെ ക്ഷീണാവസ്ഥയിലുമാണ് ഇന്ന് ആക്ച്വലി. എന്നാൽ കർത്താവ് തരുന്ന ആ ധൈര്യവും പ്രത്യാശയും ആ ജീവന് മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ. നിങ്ങളെല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കുക. ആ ക്ഷീണം ഒന്നും തോന്നാതെ വചനം നന്നായി സംസാരിക്കുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. അവിടുത്തെ രക്തത്തിന്റെ മറവിലായിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. നിങ്ങളെല്ലാവരും പ്രത്യേകം അടിയന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവമക്കളെ, കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. പ്രിയരെ, ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങളെ ഓർമ്മിപ്പിച്ചതുപോലെ തന്നെ ഡിസംബർ മാസം ഇന്ന് 11 ഡേറ്റ് ആയിരിക്കുകയാണ് ദൈവമക്കളെ. ഈ മാസവും കഴിഞ്ഞു പോകുമ്പോൾ പുതുവർഷം നമ്മൾക്ക് നേരിടും. എത്ര പേർ പുതുവർഷം കാണാൻ പോകുന്നു, എത്ര പേർക്കുണ്ട് എന്ന് നമുക്കറിയില്ല. കാരണം രോഗം അനേകരെ താളടിയാക്കുന്നു, മരണം അനേകരെ മുറിച്ചു കളയുന്നു. പ്രിയ ദൈവമക്കളെ, അനേകർ നമുക്കറിയാവുന്നവർ പലരും അകാല മരണങ്ങൾക്കൊക്കെയും ഇരയായിക്കൊണ്ടിരിക്കുന്നു. രോഗത്താൽ അവിടെ ഇവിടെയുമായി താളടിയാക്കപ്പെടുന്ന സാഹചര്യങ്ങൾ അനേകരുടെ മുൻപിലുണ്ട്. എന്നാൽ നിങ്ങളെയും എന്നെയും ഇന്നും നിലനിർത്തിയിരിക്കുന്നുവെങ്കിൽ അപ്പന്റെ കൃപ മാത്രമാണ്, അപ്പന്റെ ദയവ് മാത്രമാണ്. നമ്മളോടുള്ള കരുണ കൊണ്ടാ. നമ്മുടെ ആരുടെ മിടുക്കോ അന്തസ്തോ അഭിമാനമോ നമ്മുടെ പ്രോപ്പർട്ടീസോ നമ്മുടെ കുലമഹിമകളോ ഒന്നും നമുക്ക് പറയുവാനില്ല. അപ്പൻ നമ്മുടെ മേൽ വച്ചിരിക്കുന്ന കൃപ മാത്രമാണ്. എല്ലാവരും ഇരിക്കുന്ന ഇടത്തൊന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ, ദൈവത്തിന് ഒന്ന് നന്ദി പറഞ്ഞാട്ടെ, ഒന്ന് കർത്താവിന് ഒരാമേൻ പറഞ്ഞ് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. പ്രിയരെ, കർത്താവിന്റെ കൃപ മാത്രമാണ്. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, എന്താണ് നമ്മുടെ ലക്ഷ്യം? നാം ഇതിനു വേണ്ടിയാണ് നാം ഇങ്ങനെ മുൻപോട്ട് പോകുന്നത്. നമ്മുടെ പ്രത്യാശ, നമ്മുടെ കർത്താവ് ഒരു പ്രതിഫലം തരാൻ പോകുക. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഹല്ലേലൂയ പ്രിയരെ ഒരു നിത്യത ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ആ നിത്യതയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയ, കർത്താവിനോടുകൂടെ നാം ജീവിക്കാൻ വേണ്ടിയ, വാഴുവാൻ വേണ്ടിയ, വസിക്കുവാൻ വേണ്ടിയ നാം ഓരോരുത്തരും കർത്താവിന് വേണ്ടി നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നു, അല്ലെ? ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, ഹല്ലേലൂയ, നാം എല്ലാവരും ഒരു പ്രതിഫലം ആഗ്രഹിക്കുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും പ്രതിഫലം ഉണ്ട്, പ്രതിഫലം നമുക്ക് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില ഉദാഹരണങ്ങളിലൂടെ പ്രിയ ദൈവമക്കളെ നമുക്ക് വചന ധ്യാനത്തിലേക്ക് കടന്ന് നമുക്ക് ആഴമായി ചിന്തിക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് കാണുന്നത്: ഞാൻ നിനക്ക് എന്ത് തരണം എന്ന് അവൻ ചോദിച്ചതിന് യാക്കോബ് പറഞ്ഞത്, നീ ഒന്നും തരേണ്ട,
നീ ഒന്നും തരേണ്ട. പ്രിയ ദൈവമക്കളെ, ഇവിടെ അതിന്റെ 33-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്, അത് എന്റെ പ്രതിഫലമായിരിക്കട്ടെ. ഇങ്ങനെയാണ് പറയുന്നത്, അത് എന്റെ പ്രതിഫലമായിരിക്കട്ടെ. പ്രിയരെ, നമുക്ക് എല്ലാവർക്കും അറിയാം, യാക്കോബ് തന്റെ അമ്മയുടെ സഹോദരനായ ലാബാന്റെ അടുക്കലേക്ക് താൻ കടന്നുപോയി. എന്നിട്ട് അവസാനം ലാബാനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ എനിക്ക് ഒന്നും തരണ്ട എന്ന. പ്രൈസ് ദി ലോർഡ്. നീ എനിക്ക് ഒന്നും തരണ്ട. അതേ ഇടത്തിൽ പിന്നെയും നമുക്ക് കാണുവാൻ കഴിയുന്നത്, പ്രിയരെ, ജോസഫ് ജനിക്കും മുൻപേ കണക്ക് പറഞ്ഞ് ലാബാന്റെ അടുക്കൽ തന്റെ ശമ്പളത്തിന് വേണ്ടി നിൽക്കുകയാണല്ലേ യാക്കോബ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ജോസഫ് ജനിച്ചു കഴിഞ്ഞപ്പോൾ താൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്കെന്റെ അപ്പന്റെ വീട്ടിലേക്ക് പോകണം, എനിക്കെന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് പോകണം. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ യേശു ജനിച്ചാൽ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ യേശുവിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നാൽ, ഹല്ലേലൂയ, പ്രിയരെ, അവൻ ലോകത്തെ നോക്കി വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്കൊന്നും വേണ്ട. പ്രൈസ് ദി ലോർഡ്. എനിക്കൊന്നും വേണ്ട, എനിക്കെല്ലാം എന്റെ കർത്താവ് മാത്രമാണ്. എന്റെ അപ്പൻ എനിക്ക് മതി, എന്റെ യേശു എനിക്ക് മതി, എന്റെ യേശുവിന്റെ സാന്നിധ്യം എനിക്ക് മതി. എത്ര പേർക്ക് ഹല്ലേലൂയ വിളിച്ചു പറയാൻ കഴിയും, എന്റെ കർത്താവ് മതി, എനിക്ക് ലോകത്തിലെ ഒരു സമ്പത്തോ ഒന്നും എനിക്ക് വേണ്ട. ഹല്ലേലൂയ, എനിക്ക് എന്റെ യേശുവിന്റെ സാന്നിധ്യം മതി. നമുക്കറിയാം പ്രിയരെ, ശമീർ താഴ്വരയിൽ അബ്രഹാം മൽക്കിസദേക്കിന്റെ അനുഗ്രഹം വാങ്ങി മടങ്ങുമ്പോൾ, പ്രിയ ദൈവജനമേ, സോദോം രാജാവായ ബേരാം അബ്രഹാമിനോട്, ഞാൻ നിനക്ക് സമ്പത്ത് തരാം, പക്ഷേ നിന്റെ ആളുകളെ എനിക്ക് വേണമെന്ന് പറഞ്ഞു. എന്ത് വേണം? നിന്റെ ആളുകളെ എനിക്ക് വേണം. എന്നാൽ സമ്പത്ത് നഷ്ടപ്പെടുമ്പോൾ ആളുകൾ നഷ്ടമാകും എന്ന് തിരിച്ചറിഞ്ഞ അബ്രഹാം, പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, എന്താ ചെയ്യുന്നറിയാം? ബേരയോട് പറഞ്ഞ കാര്യം എന്താണെന്നറിയാമോ? നീ എനിക്ക് ഒന്നും തരണ്ട, നീ എനിക്ക് ഒന്നും തരണ്ട. പ്രൈസ് ദി ലോർഡ്. ചെരുപ്പിന്റെ വാറോ ചരടോ പോലും നീ എനിക്ക് തരണ്ടെന്നേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അബ്രഹാം ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, നീ എനിക്ക് എന്ത് തരും? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, അങ്ങ് എനിക്ക് എന്ത് തരും? പ്രൈസ് ദി ലോർഡ്. ദൈവം അബ്രഹാമിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അബ്രഹാം, നീ എന്ത് കാണുന്നു? ആമേൻ. നീ എന്ത് കാണുന്നു? അബ്രഹാം പറഞ്ഞു, ചുറ്റുപാട് നോക്കി. അബ്രഹാം ഒന്നുമില്ല. അബ്രഹാം, ഹല്ലേലൂയ, എന്നാൽ ഞാൻ ഒന്നും കാണുന്നില്ല, എല്ലാം കൂരിരുട്ടാണെന്ന് പറയുന്ന തരത്തിൽ അബ്രഹാം ഒന്നും പറഞ്ഞില്ല. അബ്രഹാം, നീ ആകാശത്തേക്ക് നോക്ക്. പ്രൈസ് ദി ലോർഡ്. ദൈവം ദൈവം പറയുക, അബ്രഹാം, നീ ആകാശത്തേക്ക് നോക്ക്. എണ്ണമറ്റ ജ്വലിക്കുന്ന നക്ഷത്രങ്ങളെ കാണുവാൻ കഴിയുന്നില്ലേ? പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ നിനക്ക് ഞാൻ സന്തതിയെ തരും. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ നിനക്ക് ഞാൻ സന്തതിയെ തരും എന്ന് ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു. പ്രിയ ദൈവ പൈതലേ, അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? തന്നെത്താൻ താഴ്ത്തി അനുസരണമുള്ളവനായി യേശു എല്ലാ നാമത്തിനും മേലായ നാമം ധരിച്ച്, അവൻ ഏറ്റവും ഉയർത്തപ്പെട്ടവനായി സകലരാലും ആരാധ്യനായി സ്വർഗത്തിൽ വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, യാക്കോബ് പറഞ്ഞത്, യാക്കോബ് ലാബാനോട് പറഞ്ഞൊരു കാര്യം, നീ എനിക്ക് ഒന്നും തരണ്ട, നീ എനിക്ക് ഒന്നും തരണ്ട. ഇങ്ങനെ പറയണമെങ്കിൽ യാക്കോബിന് ഒരൊറ്റ ഉറപ്പുണ്ടായിരുന്നു. എന്താണെന്നറിയാമോ പ്രിയ ദൈവ പൈതലേ? ഹല്ലേലൂയ. എന്റെ പ്രതിഫലം നോക്കുന്ന ഒരു ദിവസം എനിക്കുണ്ട്, അന്ന് ഞാൻ നീതിമാനായിരിക്കും. പ്രൈസ് ദി ലോർഡ്. എനിക്ക് പ്രതിഫലം നോക്കുന്ന ഒരു ദിവസമുണ്ട്, അന്ന് ഞാൻ നീതിമാനായിരിക്കും. പ്രത്യാശയുള്ള ദൈവജനം ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ആമേൻ. യാക്കോബ് പറയാ, എന്റെ പ്രതിഫലം നോക്കുന്ന ദിവസം ഞാൻ നീതിമാനായിരിക്കും. എത്ര പേർക്ക് മനസ്സാക്ഷിപൂർവ്വം മനസ്സുകാലെ ചിന്തിക്കുവാൻ കഴിയും, എന്റെ ദൈവമേ, ഞാൻ യാക്കോബിനെ പോലെ നീതിയുള്ളവനാണോ, ഞാൻ നീതിയുള്ളവളാണോ എന്ന് ഒന്ന് സ്വയം പരിശോധന കഴിച്ചാട്ടെ. ഇന്ന് രാത്രികാലം വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഒന്ന് സമർപ്പിച്ചു കൊടുക്കണം.
പറയണമേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രിയ ദൈവ പൈതലേ, ഇവിടെ കാണുവാൻ കഴിയുന്നത് താൻ പറയുക, ഞാൻ നീതിമാനായിരിക്കും. 10 പ്രാവശ്യമാണ് അവന്റെ പ്രതിഫലത്തെ ലാബാൻ മാറ്റിക്കളഞ്ഞത്, അല്ലെ? 10 പ്രാവശ്യം താൻ മാറ്റിക്കളഞ്ഞു. തന്റെ പ്രതിഫലത്തെ മാറ്റുമ്പോഴും യാക്കോബിനുണ്ടായിരുന്ന വിശ്വാസവും ഉറപ്പും എല്ലാം തനിക്ക് പ്രതിഫലം ലഭിക്കും, തനിക്ക് പ്രതിഫലം ലഭിക്കും. ആ ദിവസം ഞാൻ നീതിമാനായിരിക്കും. ഹല്ലേലൂയ. തനിക്ക് പ്രതിഫലം ലഭിക്കുന്ന ആ ദിവസം താൻ നീതിമാനായിരിക്കും. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ, മനുഷ്യൻ നിന്റെ പ്രതിഫലത്തെ മാറ്റുമ്പോൾ, നിന്റെ പ്രതിഫലത്തെ തടഞ്ഞു വെക്കുമ്പോൾ, ഹല്ലേലൂയ, യാക്കോബിനെ പോലെ ഉറക്കെ പറയണം, വിശ്വാസത്തോടെ വിളിച്ചു പറയണം, എനിക്ക് പ്രതിഫലം ലഭിക്കുന്ന ഒരു ദിവസമുണ്ട്, അന്ന് ഞാൻ നീതിമാനായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളെ നോക്കി ലോകം എന്ത് വേണമെങ്കിലും വിളിച്ചു പറയട്ടെ. ആമേൻ. ഒരു പക്ഷെ നിന്ദിച്ചൊതുക്കിയേക്കാം, നമ്മളെ അപമാനപ്പെടുത്തിയേക്കാം, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞേക്കാം. അവരുടെ മുൻപിൽ നമ്മൾ കൊള്ളരുതാത്തവരായി തീർന്നേക്കാം. കുഞ്ഞെ, ധൈര്യപ്പെട്ടു പോകേണ്ട. നിനക്ക് പ്രതിഫലം നോക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നീ യാക്കോബിനെ പോലെ വിളിച്ചു പറയണം, ഞാൻ നീതിമാനായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാലോ ദൈവമക്കളെ, അഹശ്വേരോശ് രാജാവിന്റെ ഒമ്മരപ്പടിയിൽ 2 കാവൽക്കാരുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവർ ഹല്ലേലൂയ രാജാവായ അഹശ്വേരോശിനെ വധിക്കുവാൻ വേണ്ടി ഗൂഢാലോചന ഉണ്ടാക്കി. എന്നാൽ പ്രവാസിയായി അന്ന് പാർത്തിരുന്ന മൊർദെഖായി ഈ വിവരം അറിഞ്ഞു. തന്റെ ഈ ഗൂഢാലോചനയെ കുറിച്ച് താൻ എന്ത് ചെയ്ത് രാജാവിനെ അറിയിച്ചു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ രാജാവിന്റെ ജീവനെ അവിടെ നിന്ന് രക്ഷിക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്നത് നാം മനസ്സിലാക്കിക്കൊള്ളണം. പ്രിയ ദൈവ പൈതലേ, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് രാജാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാം? ഈ വിഷയം അറിഞ്ഞിട്ട് രാജാവ് വിളിച്ചു പറയുക, ഒരു മനുഷ്യനെ ബഹുമാനിക്കുവാൻ എന്താണ് ചെയ്യുന്നത്? ആമേൻ. രാജാവിന്റെ വിശേഷ വസ്ത്രത്തെ അവനെ ധരിപ്പിക്കണം. രാജാവ് ചോദിക്കുക, ഒരു മനുഷ്യനെ ബഹുമാനിക്കുവാൻ നിങ്ങൾ സാധാരണ എന്താ ചെയ്യുന്നത്? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പറയുക, ഇവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? രാജാവിന്റെ വിശേഷ വസ്ത്രത്തെ ധരിപ്പിക്കണം, തലയിൽ രാജകിരീടം വെക്കണം, എന്നിട്ട് ആ മനുഷ്യനെ കുതിരപ്പുറത്ത് കയറ്റി പട്ടണം മുഴുവൻ ചുറ്റിക്കാൻ സഞ്ചരിപ്പിച്ച്, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? സവാരി ചെയ്യിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവ പൈതലേ, ഇതാണ് രാജാവ് ബഹുമാനിക്കുവാൻ ഇച്ഛിക്കുന്ന പുരുഷൻ എന്ന് വിളിച്ചു പറയണമെന്നും പറയുകയാണ്. പ്രിയ ദൈവ പൈതലേ, ആരാണ് ഈ വ്യക്തി എന്ന് ചോദിക്കുമ്പോൾ ഹാമാൻ വിചാരിച്ചത് എന്താണെന്നറിയാമോ? ഹാമാന്റെ പേര് തന്നെ വരും എന്ന് താൻ പ്രതീക്ഷിച്ചു. പക്ഷേ ഹല്ലേലൂയ ദൈവ പൈതലേ, ഇത് മൊർദെഖായിയെ കുറിച്ചാണ് പറഞ്ഞത്. മൊർദെഖായിയെ നശിപ്പിക്കുവാൻ വേണ്ടി ഹാമാൻ ഒരു കഴുമരമുണ്ടാക്കി. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, എന്നാൽ ഒരു വ്യക്തിയെ മാനിക്കുവാൻ ഇച്ഛിച്ചാൽ, അതായത് ദൈവം ഒരു വ്യക്തിയെ മാനിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. ഒരു വ്യക്തിക്കും അതിനെ തടയുവാൻ അല്ലെങ്കിൽ തടസ്സം നിൽക്കുവാൻ കഴിയുന്നതല്ല. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ദൈവ പൈതലേ, ശത്രു നിന്റെ നേരെ എതിർത്ത് വന്നാലും, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി എന്ത് കണി ഒരുക്കി വെച്ചാലും, എന്തെല്ലാം പോരാട്ടങ്ങൾ നിന്റെ മേൽ കൊണ്ടുവന്നിരുന്നാലും, ദൈവം നിന്നെ ഉയർത്തി മാനിക്കണമെന്ന് കർത്താവ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് കർത്താവ് നടപ്പിലാക്കുക തന്നെ ചെയ്യും. ഇരിക്കുന്നിടത്ത് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തണമേ ദൈവമക്കളെ. ആമേൻ പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രിയരെ, പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിന്റെ പ്രതിഫലത്തെ തടയുവാൻ ഒരു ഹാമാനും കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. നിനക്ക് ഭൂമിയിൽ പ്രതിഫലം കിട്ടുവാൻ, അധികാരികളുടെ ഉറക്കത്തെ തടയുവാൻ, എന്റെ പ്രിയ ദൈവമക്കളെ, തടയുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം നിനക്ക് വിരോധമായി ഹല്ലേലൂയ ഒന്നും ചെയ്യുകയില്ല. കുഞ്ഞുങ്ങളെ, ഇന്ന് ഈ രാത്രികാല വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നാം ചിന്തിച്ചു കൊള്ളണം, നമ്മുടെ ദൈവം നമുക്ക് അനുകൂലമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വേണ്ടി ശത്രു വാദിച്ചുയർന്നാലും, എന്തെല്ലാം പ്രശ്നങ്ങളെ കൊണ്ടുവന്നിരുന്നാലും അധൈര്യപ്പെട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം നിനക്ക് വേണ്ടി ദൈവം, ഹല്ലേലൂയ, നിന്നെ ഉയർത്തി മാനിക്കുന്ന ഒരു
ദൈവം നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുഞ്ഞേ, നിനക്ക് പ്രതിഫലം തരുവാൻ തീരുമാനിച്ചത് സ്വർഗത്തിലെ അപ്പന മറ്റാരുമല്ല. നിനക്ക് വേണ്ടി ഒരു പ്രതിഫലം കർത്താവ് ഒരുക്കി വെച്ചിരിക്കുക. അന്ന് നിന്റെ പ്രതിഫലം നോക്കുന്ന ദിവസം നീ നീതിമാനായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിശ്വസിച്ചാട്ടെ ദൈവ പൈതലെ, നമ്മുടെ ദൈവം ആരാ? നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം അത്ഭുതത്തിന്റെ ദൈവമാണ്. നമുക്കറിയാം, എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ 11-ാം അധ്യായത്തിലെ 6-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവന് ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. പ്രിയരെ, ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്ക് പ്രതിഫലം നിശ്ചയമാണ്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന എല്ലാവർക്കും പ്രതിഫലമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആകാശവും ഭൂമിയും മാറിപ്പോയാലും വചനം അത് പ്രിയരെ അതായത് ആകാശം ഭൂമി മാറിയാലും മാറ്റമില്ലാത്ത വചനം, അത് ലോകത്തെ ജയിക്കുന്ന ജയം, അത് വിശ്വാസമാണ്. ആകയാൽ ഇന്ന് രാത്രികാലം നമ്മുടെ വിശ്വാസം എപ്രകാരമുള്ളതാണ് എന്നത് നാം നമ്മെ തന്നെ ശോധന കഴിക്കണം. പ്രിയ ദൈവമക്കളെ, നമ്മുടെ യാത്ര, നാം ഒരു യാത്രയിലാണ്. നാം വിശ്വാസത്തിന്റെ ട്രാക്കിലൂടെ ആണോ നാം കടന്നു പോകുന്നത് എന്ന് നമ്മെ തന്നെ ശോധന കഴിക്കണമേ എന്ന വചനത്തിലൂടെ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രിയ ദൈവജനമേ, ദൈവം ശൂന്യതയെ നോക്കി കൽപ്പിക്കുന്ന ഒരു ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കഷ്ടങ്ങൾ, നമ്മുടെ ഇല്ലായ്മ, നമ്മുടെ വെറുമ, നമ്മൾ ഏതവസ്ഥയിലായിരിക്കുന്നുവോ ഇന്ന് രാത്രികാലം ആ അവസ്ഥയെ നോക്കി നാം പറയണം, ഹല്ലേലൂയ, ദൈവം ശൂന്യതകളെ നോക്കി കൽപ്പിക്കുന്ന ദൈവമാണ്. നമ്മുടെ ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് ദൈവം നമ്മളെ നിറമാക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറ്റുന്ന ഒരു ദൈവമാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? ഹല്ലേലൂയ. തലമുറയില്ലാതെ ഭാരപ്പെടുകയാണോ? ഹല്ലേലൂയ. കുഞ്ഞേ, ഹല്ലേലൂയ, നീ നിന്റെ തലമുറയെ ഓർത്ത് തന്നെ നീ പ്രാർത്ഥിക്കണം. നിന്റെ ആ ശൂന്യതയെ ദൈവം മാറ്റിത്തരും. രോഗത്തിന്റെ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണോ? ഈ രോഗം എന്നെ വിട്ടു പോകുന്നില്ല എന്നോർത്ത് നീ ഭാരപ്പെടുകയാണോ? ലോകത്തിന്റെ ഏതെങ്കിലും മുക്കിലും മൂലയിലും ഇരുന്നുകൊണ്ട് ആരും തന്നെ കാണുന്നില്ല എന്നോർത്ത് നീ ഭാരപ്പെടുകയാണോ? കുഞ്ഞേ, ആ ശൂന്യത, രോഗമെന്ന ശൂന്യതയെ നോക്കി നീ പ്രാർത്ഥിച്ചാട്ടെ, നിലവിളിച്ചാട്ടെ. സ്വർഗം ഇന്ന് രാത്രികാലം നിന്റെ രോഗത്തെ മാറ്റിത്തരും. നിന്റെ ശൂന്യതയെ കർത്താവ് മാറ്റിത്തരുന്ന ഒരു ദൈവമാണ്. വിശ്വാസമുള്ള ദൈവജനം ഇരിക്കുന്ന ഇടത്ത് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, നിന്റെ ശൂന്യതയെ, കുടുംബത്തിന്റെ അവസ്ഥയെ നോക്കി, അയ്യോ, എന്റെ കുടുംബം വളരെയേറെ ദരിദ്രത്തിന്റെ അവസ്ഥയിലാണെന്ന് ഓർത്ത് നീ ഭാരപ്പെടുകയാണോ? സാമ്പത്തിക മേഖലയിൽ തകർച്ചയുണ്ടെന്നോർത്ത് നീ ഭാരപ്പെടുകയാണോ? കടബാധ്യതയാൽ നീ ഭാരപ്പെടുകയാണോ? കുഞ്ഞേ, ആ ശൂന്യതയെ നോക്കി നീ വിളിച്ചപ്പറ, എന്റെ ദൈവം അത്ഭുതത്തിന്റെ ദൈവമാ. ഇന്ന് രാത്രികാലം എന്റെ കർത്താവിന്റെ ശൂന്യതയെ മാറ്റിത്തരും. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചാട്ടെ. വിശ്വാസത്തോടുകൂടി ദൈവസന്നിധിയിൽ നിലവിളിച്ചു തുടങ്ങുക. നിശ്ചയമായും നിന്റെ നിലവിളിക്ക് മറുപടിയുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവ പൈതലേ, അടുത്തതായിട്ട് നാം ചിന്തിക്കുന്നത്, ദൈവത്തിന്റെ കൽപ്പന പാലിക്കുന്നവന് പ്രതിഫലമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർ കർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്നവരാ? പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, പ്രഭാതം മുതൽ പ്രദോഷം വരെ നമ്മെല്ലാവരും കർത്താവിന്റെ കൽപ്പന അനുസരിച്ചാണോ നാം ജീവിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ, കടന്നകാല ജീവിതത്തിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ എത്രയോ നമ്മളറിയാതെ തന്നെ എത്രയോ പാപങ്ങൾക്ക് നാം അടിമപ്പെട്ടു പോയി. നമ്മുടെ വാക്കില്, പ്രവൃത്തിയില്, ചിന്തയില്, കൊടുക്കൽ വാങ്ങലുകളില് ഒക്കെ നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് നാം അകന്നു പോയിട്ടില്ലേ? ഇന്ന് രാത്രികാലം വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുഞ്ഞെ, ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുക. കർത്താവിനോട് ക്ഷമ പറഞ്ഞ്, കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി ചോദിച്ചു നോക്കുക. നിശ്ചയമായും കർത്താവ് പാപത്തെ ക്ഷമിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകയാൽ പ്രിയരേ, കൽപ്പനയെ വിശ്വസിച്ചാൽ നിനക്ക് പ്രതിഫലമുണ്ട്. ദൈവം പ്രപഞ്ചത്തോട് കൽപ്പിക്കുന്ന ദൈവമാണ്. ദൈവം മേഘങ്ങളോട് കൽപ്പിക്കുന്ന ദൈവമാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, കാറ്റിനെ നോക്ക്. ഹല്ലേലൂയ. കാറ്റിനെ നോക്കി പറഞ്ഞത് എന്താണ്? കാറ്റേ, നീ അടങ്ങ്. ആമേൻ. നീ ശാന്തമാകും. എന്താ പറഞ്ഞത്? കാറ്റേ, നീ അടങ്ങ്, നീ ശാന്തമാക്. അശുദ്ധാത്മാക്കളോട് ദൈവം കൽപ്പിക്കുന്നേ, രോഗത്തോട് ദൈവം കൽപ്പിക്കും. അവയെല്ലാം യേശുവിനെ അനുസരിക്കും. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. ദൂതന്മാരെ കൊണ്ട് ദൈവം ദൂതന്മാരോട് കൽപ്പിക്കുന്ന ദൈവമാണ്. ദൈവ പൈതലെ, കഴിഞ്ഞ നാളുകളിൽ പോരാട്ടങ്ങളുടെ നടുവിൽ തളർന്നു പോകാഞ്ഞത് നിന്റെ മിടുക്കോ കഴിവോ ഒന്നും അല്ല കേട്ടോ. നീ സമ്പാദിച്ചു വെച്ച നിന്റെ പണം കൊണ്ടൊന്നും അല്ല. പ്രിയ ദൈവ പൈതലെ, ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളേണം. ഹല്ലേലൂയ. നീ തളർന്നു പോകാഞ്ഞത് ദൈവം ഹല്ലേലൂയ യുദ്ധങ്ങളിൽ നീ നിലനിന്നതിന്റെ പിന്നിൽ ഒരു മർമ്മമുണ്ട് എന്നത് മനസ്സിലാക്കിക്കൊള്ളണം. ദൈവം തന്റെ ദൂതന്മാരോട് കൽപ്പിച്ചതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം തന്റെ ദൂതന്മാരോട് കൽപ്പിച്ചതാ. കുഞ്ഞേ, മറന്നു പോകരുത്. സകലരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യനോട് ദൈവം കൽപ്പിക്കുന്നു. ഹല്ലേലൂയ. മാനസാന്തരപ്പെടണം. മനസ്സിനൊരു ചേഞ്ച് വേണം. നമ്മുടെ ജീവിതത്തിന് ടോട്ടലി ചേഞ്ച് വേണം. ഹല്ലേലൂയ. എനിക്ക് പലരും സത്യത്തെ അറിഞ്ഞിട്ട് പിന്നെയും ആ പഴയ ലെവലിലേക്ക് അങ്ങ് കടന്നു പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയല്ല പ്രിയ ദൈവ പൈതലെ, സത്യത്തിന് ചെവി കൊടുത്തവരെ, ഹല്ലേലൂയ, നാം സത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പ്രിയ ദൈവ പൈതലെ, പിന്നെയും ആ പാപത്തിന്റെ പടുകുഴിയിലേക്ക് പോകരുതേ, മടങ്ങി തിരുമ്പി പോകരുതേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവ കൽപ്പനയെ നാം പാലിക്കുന്നവരായി തീരണം. ദൈവത്തിന്റെ കൽപ്പനയെ അനുസരിക്കുന്നവരായി തീരണം. പ്രൈസ് ദി ലോർഡ്. കൽപ്പനയെ ഭയപ്പെടുന്നവർക്ക് പ്രതിഫലമുണ്ട്. ഒരു വ്യക്തിയിൽ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിനാ, മറഞ്ഞല്ല, മാഞ്ഞു കിട്ടേണ്ടതിനാ. പ്രൈസ് ദി ലോർഡ്. അവൻ എന്ത് ചെയ്യണമെന്നറിയാമോ? അവൻ മാനസാന്തരപ്പെടണം. ദൈവ കൽപ്പനയാ മാനസാന്തരപ്പെടണം എന്നുള്ളത്. ഹല്ലേലൂയ. നീ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ നിനക്ക് പ്രതിഫലമുണ്ട്. പ്രിയ ദൈവ പൈതലെ, പാപങ്ങൾ ഏറ്റു പറഞ്ഞാൽ ഹല്ലേലൂയ നിനക്ക് എന്ത് ചെയ്യും? പ്രതിഫലമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം ദൈവ പൈതലെ, പാപങ്ങൾ ഏറ്റു പറഞ്ഞ് ദൈവ സന്നിധിയിൽ നാം അടുത്ത് വരേണം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നിനക്ക് പ്രതിഫലമുണ്ട്. പാപങ്ങൾ ഉപേക്ഷിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വന്നാൽ നിനക്ക് പ്രതിഫലം നിശ്ചയമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹിത, സഹോദരി, പാപത്തിന്റെ വഴി മതിയാക്കുക. ഹല്ലേലൂയ. നിങ്ങൾ വിചാരിക്കും പാപം എന്ന് പറയുന്നത് എന്താ? നിസാരം ഒരു ചാറ്റിങ് പോലും പാപമായി. എന്റെ കുഞ്ഞുങ്ങളെ, ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ ആ കാര്യങ്ങളിൽ ഇടപെടരുത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ സമയം നമ്മുടെ മുൻപിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗം വിട്ടുപോരുകയാണ്. ദൈവത്തിന്റെ ഹിതമല്ലാത്ത കാര്യങ്ങൾ എല്ലാം പാപമാണ്. പ്രൈസ് ദി ലോർഡ്. അത് പാപം ചെറുതായാലും വലുതായാലും അത് പാപം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ പ്രിയ ദൈവ പൈതലേ, അല്ലെങ്കിൽ പാപത്തെ വിട്ടൊഴിഞ്ഞാൽ നിശ്ചയമായും പ്രതിഫലമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, നമുക്കറിയാം, സമാഗമന കൂടാരത്തിന് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഹല്ലേലൂയ പ്രിയരെ, ഒരു നിയമമുണ്ട്. അതായത് വിശുദ്ധ സ്ഥലത്തും അന്തർമന്ദിരത്തിങ്കിലേക്കും തിരശ്ശീലയ്ക്കകത്തും അതിവിശുദ്ധ സ്ഥലത്തിനകത്തും കടന്നു വരുവാൻ പ്രത്യേക നിയമമുണ്ട്. പ്രിയരെ, അതായത് 7-ാം മാസം 10-ാം തീയതി കടന്നു പോകുന്ന മഹാപുരോഹിതനും നിയമമുണ്ട് എന്നത് മനസ്സിലാക്കിക്കൊള്ളണം. എന്തിനേറെ പറയണം, നിങ്ങൾ ഉൾക്കൊള്ളുന്ന നിങ്ങളുടെ സഭയിലുമുണ്ട് നിയമങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സഭയ്ക്കും നിയമമുണ്ട്. ആകെ ദൈവ പൈതലേ, ദൈവത്തിന്റെ നിയമങ്ങൾ പാലിക്കുന്ന തന്റെ മക്കൾക്ക് പ്രതിഫലമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, കർത്താവിന്റെ കൽപ്പനകളും ചട്ടങ്ങളും പാലിച്ച് നടക്കുന്ന ദൈവ പൈതലേ, നിനക്ക് പ്രതിഫലം നിശ്ചയമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, അടുത്തതായിട്ട് നമുക്ക് ചിന്തിക്കുവാനായിട്ടുള്ളത് ശിക്ഷാവിധിയുടെ കൽപ്പനയെ കുറിച്ചും നാം അല്പമായി നാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, അവൻ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളവീൻ. ഇത് ശിക്ഷാവിധിയുടെ കൽപ്പനയാണ്. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലിന്റെ ന്യായപ്രമാണത്തിൽ ദൈവം ശിക്ഷാവിധി കൽപ്പിച്ചിരുന്നു എന്നത് നാം മനസ്സിലാക്കിക്കൊള്ളണം. അങ്ങനെ എങ്കിൽ പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ, അതായത് അവനെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് അവരുടെ നിയമങ്ങളിൽ ഒന്ന്. അവനെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നതായിരുന്നു. അങ്ങനെ അവനെ പാളയത്തിന് പുറത്താക്കി കളയണം. ഇതൊക്കെ കഠിനമായ ശിക്ഷാവിധിയിൽപ്പെട്ട കാര്യങ്ങളാണ്. പ്രിയ ദൈവ പൈതലേ, സകല മനുഷ്യരോടും ഉള്ള കൽപ്പന
കൽപ്പനയെ നീ ഭയപ്പെടുന്നില്ല എങ്കിൽ നിനക്കൊരു മഹാഭയം ഉണ്ടാകുമെന്ന വചനം വ്യക്തമാക്കുന്നു. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, അത് ദൈവത്തിന്റെ മുൻപിലാണ്. അത് സംഭവിക്കാതിരിക്കാൻ മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. ദൈവ പൈതലെ, ഈ ശിക്ഷാവധിയിൽ നിന്ന് ഒരു വിടുതൽ കിട്ടുവാൻ നീ മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലെ, കൽപ്പനയെ ഭയപ്പെടുന്നവർക്ക് പ്രതിഫലം നിശ്ചയമാണ്. ആകയാൽ കൽപ്പനകളെ നിമിത്തം കടന്നു പോകുന്ന പ്രതികൂലത്തിന്റെ പാതകളെ നോക്കി ഒന്ന് വിളിച്ചു പറഞ്ഞാട്ടെ, ഈ കൽപ്പനകൾ നിന്നെ തകർക്കുവാനുള്ളതല്ല, നിന്നെ നശിപ്പിക്കുവാനുള്ളതല്ല. പിന്നെയോ കൽപ്പനകൾ എനിക്കൊരു പ്രതിഫലം തരാൻ വേണ്ടിയാ. ചിലരൊക്കെ പറയാറുണ്ട്, അയ്യോ ഞാൻ സ്നാനപ്പെട്ടതിന് ശേഷം കഷ്ടത മാത്രമേ ഉള്ളൂ എന്റെ ജീവിതത്തിൽ. ഞാൻ സഭയ്ക്ക് പോകുന്നത് വരെ എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. സഭയ്ക്ക് അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് അങ്ങ് പ്രയാസവും ദുഃഖവും ദുരിതവും പ്രതികൂലം മാത്രമേ, വിടാതെ പ്രതികൂലമാണെന്ന് പറയുന്ന പലരെയും കേൾക്കുവാൻ കഴിയും. പ്രിയ ദൈവ പൈതലേ, കഷ്ടത നിന്നെ നശിപ്പിക്കുവാനുള്ളതല്ല, നിന്നെ പണിയുവാനുള്ളതാണ്. ഒരാമൻ പറഞ്ഞാട്ടെ, കഷ്ടത നിന്നെ പണിയുവാനുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ പ്രതിഫലം നിശ്ചയമാണ്. അതിനെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, ഒരു നല്ല തീരുമാനമെടുത്താട്ടെ. എന്റെ ഭവനത്തിൽ, ഹല്ലേലൂയ, അതായത് ഞാൻ എന്റെ ഭവനത്തിലുള്ളവരോട്, അല്ലെങ്കിൽ എന്റെ ഭവനത്തിലുള്ളവർ, ഞങ്ങൾ എല്ലാവരും ദൈവകൽപ്പന പാലിക്കുമെന്ന് എത്ര പേർക്ക് തീരുമാനമെടുക്കുവാൻ കഴിയും? എത്ര പേർക്ക് ദൈവസന്നിധികൾ സമർപ്പിക്കുവാൻ കഴിയും? എന്റെ ദൈവത്തിന്റെ വചനം ഞാൻ പാലിക്കും. ഇതൊക്കെയാണ് പ്രിയ ദൈവമക്കളെ കർത്താവ് നോക്കുന്നത്. ഞാൻ അതായത് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്ന സകല കൽപ്പനകളും ഞാൻ പാലിക്കും എന്ന് എത്ര പേർക്ക് സമർപ്പിക്കുവാൻ കഴിയും? ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ദൈവകരങ്ങളിൽ നമ്മളെ സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, നിശ്ചയമായും നിനക്ക് പ്രതിഫലമുണ്ട്. ദൈവ കൽപ്പനയെ പാലിക്കുന്ന സഹോദര സഹോദരി, നിനക്ക് പ്രതിഫലം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതായത് എന്റെ പ്രതിഫലം നോക്കുന്ന ഒരു ദിവസം ഉണ്ട്. ഹല്ലേലൂയ. അന്ന് ഞാൻ നീതിമാനായിരിക്കും. കൽപ്പനയെ ഭയപ്പെട്ട, ആമേൻ, ഈ ദിവസത്തിൽ എനിക്കൊരു പ്രതിഫലം കിട്ടും എന്നത് നാം മനസ്സിലാക്കിക്കൊള്ളണം. സങ്കീർത്തനക്കാരനായിരിക്കുന്ന ദാവീദ് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? യഹോവ എന്റെ നീതിക്ക് തക്കവണ്ണം പ്രതിഫലം നൽകി. യഹോവ എന്റെ നീതിക്ക് തക്കവണ്ണം പ്രതിഫലം നൽകി. ദൈവപൈതലേ, നമുക്ക് പ്രതിഫലം കിട്ടുന്ന ഒരു ദിവസമുണ്ട്. അത് നാം തിരിച്ചറിയണം. ഇന്നിക്ക് അനേകർക്കും ഈ കർത്താവ് വെച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങളോ കർത്താവ് നൽകിയിരിക്കുന്ന പ്രതിഫലങ്ങളെ കുറിച്ച് ഒന്നും അറിയത്തില്ല. ചുമ്മാ അങ്ങ് സഭയ്ക്ക് പോകും. നിങ്ങളൊക്കെ ഭാഗ്യം ചെന്നവരാ. കേരളത്തിലുള്ളവരൊക്കെ ഒത്തിരി ഭാഗ്യം ചെന്നവരാ. തമിഴ്നാട്ടിലൊക്കെ അവസ്ഥയെ പറഞ്ഞാൽ സങ്കടം വരും. കാരണം എന്റെ പ്രിയരെ, വളരെയേറെ കഷ്ടങ്ങൾ. ഞാൻ ഒരുപാട് സഭകൾ ഇവിടെ ഞാൻ കാണുന്നുണ്ട്. ഒരുപാട് സഭയ്ക്ക് ഞാൻ പോയിട്ടുമുണ്ട്. എനിക്ക് എല്ലാവരെയും അറിയാം. എന്നാൽ എന്താണെന്നറിയാമോ? യഥാർത്ഥമായിട്ട് വചനം കിട്ടാത്ത ഒരു നാടായത്, യഥാർത്ഥമായിട്ട് ദൈവത്തിന്റെ കൽപ്പനകളെ കുറിച്ച് വിളിച്ചു പറയാത്ത ഒരു നാടായത്. സഭയ്ക്കകത്തും ഇഷ്ടംപോലെ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന, പക്ഷേ അവർക്കൊന്നും ദൈവം നൽകുന്ന പ്രതിഫലങ്ങളെ കുറിച്ച് അറിയത്തില്ല. എന്നൊക്കെ പല സഭകളിലും പ്രിയരെ എന്താണ് ആ ബ്ലെസ്സിങ്സ് മാത്രമാണ് പ്രസംഗിക്കുന്നത്. എവിടെ വാഗ്ദത്തങ്ങളുണ്ടോ, എവിടെ അനുഗ്രഹങ്ങളുണ്ടോ, എവിടെ നന്മകളുണ്ടോ, ഇത് മാത്രമാണ് വിളിച്ചു പറയുന്നത്. കുഞ്ഞേ, ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. നീ മാനസാന്തരപ്പെടാതെ ഈ ലോകത്തിന്റെ വഴിയിലൂടെ നീ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നിനക്ക് വേണ്ടി ദൈവം ഒരു നിത്യത ഒരുക്കുന്നുണ്ടെന്നുള്ള വിവരം പോലും നിനക്ക് അറിയാൻ പറ്റാതെ വരും. ഈ ലോകത്തിൽ നീ തള്ളപ്പെട്ടു പോകും. നിത്യതയല്ല, മറിച്ച് നിനക്ക് നിത്യ നരകത്തിലേക്കായിരിക്കും നീ പോകാൻ പോകുന്നത് എന്നത് നീ അറിഞ്ഞുകൊള്ളണം. ആകയാൽ ദൈവ പൈതലെ, എന്റെ കർത്താവ് ഒരു പ്രതിഫലം തരുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. ആ ദിവസത്തിനായി നമുക്ക് ഒരുങ്ങാം. ആ ദിവസത്തിനായി നമുക്ക് കാത്തിരിക്കാം പ്രിയരെ. ആകയാൽ നമ്മുടെ ജീവിതത്തിനകത്ത് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്ത തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം നമ്മെ തന്നെ ശോധന കഴിച്ചിട്ട് നമ്മുടെ ഹൃദയത്തിനകത്തുള്ള അനാവശ്യമായ കാര്യങ്ങളൊക്കെ എടുത്തു മാറ്റണം. അതെല്ലാം ക്ലിയർ ചാറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ പ്രിയരെ? ദൈവത്തിന് വസിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയത്തെ ഒരുക്കി കൊടുക്കണമേ എന്ന ഇന്ന് രാത്രികാലം ഞാൻ ഓർമ്മിപ്പിക്കുവാനായിട്ട്
ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം വസിക്കുന്ന മന്ദിരമാ മനുഷ്യന്റെ ഹൃദയം. ആ മനുഷ്യന്റെ ഹൃദയത്തിൽ ആവശ്യമില്ലാത്ത ചപ്പും ചവറും കയറ്റി വെച്ചിട്ട് ദൈവമേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവ് വരത്തില്ല കേട്ടോ. മനുഷ്യന്റെ മുൻപിൽ പ്രാർത്ഥിക്കാം, മനുഷ്യന്റെ മുൻപിൽ നമുക്ക് എന്ത് വേണേലും കാണിക്കാം. പക്ഷേ ഹല്ലേലൂയ, നമുക്ക് ഒരിക്കലും കർത്താവോട് വസിക്കുവാൻ ഇടയാകത്തില്ല എന്നത് മനസ്സിലാക്കിക്കൊള്ളണം. പ്രിയ ദൈവ പൈതലേ, ഇവിടെ ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാ: അബ്രഹാം വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, കാൽവറിയുടെ ഗിരിമുകളിലേക്ക് കുരിശുമായി കയറിപ്പോകുന്ന യേശുവിനെ കുറിച്ച് പത്രോസ് പറയുന്നു, അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്ന് ക്രൂശിന്മേൽ കയറി. അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്ന് ക്രൂശിന്മേൽ കയറി. യേശു കാൽവറിയിലേക്ക് ചുമന്ന് കൊണ്ടുപോയ ആ മരക്കുരിശ് എന്റെ പാപങ്ങൾക്ക് വേണ്ടിയായിരുന്നു, എന്റെ പാപങ്ങളെ മന്നിക്കുവാൻ വേണ്ടിയായിരുന്നു. യേശുവിന്റെ കൈകാലുകൾ ആ മരക്കുരിശിനോട് ചേർത്തടിച്ച കാലിലും പാണികൾ എന്റെ അകൃത്യങ്ങളായിരുന്നു. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? എത്ര പേർക്ക് സമർപ്പണത്തോടുകൂടെ ഈ വചനത്തെ ഏറ്റെടുക്കുവാൻ കഴിയും? യേശുവിന്റെ ആ തലയിൽ വെച്ച മുൾക്കിരീടങ്ങൾ എന്റെ പ്രിയ സഹോദരങ്ങളെ, എന്റെ ദോഷവശങ്ങളെ അത് എന്റെ ദോഷങ്ങൾക്ക് വേണ്ടി ആയിരുന്നു എന്ന് എത്ര പേർക്ക് വിശ്വസിക്കുവാനായി കഴിയും? വിശ്വസിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഏറ്റെടുക്കുവാൻ കഴിയുമോ പ്രിയരെ? സമർപ്പിക്കുവാൻ കഴിയുമോ സഹോദരങ്ങളെ? അവൻ മരിച്ചവരിൽ നിന്ന് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്. യേശു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്നവന് പ്രതിഫലമുണ്ട്. ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആകെ പ്രിയരെ, എന്റെ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിച്ചാൽ നിനക്ക് പ്രതിഫലം നിശ്ചയമാണ്. നീ നീതിമാനായി തീരും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം ശക്തനാണ്. ആമേൻ. നമ്മുടെ ദൈവം പരിശുദ്ധനാണ്. ആ പരിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. നമ്മുടെ കർത്താവ് 10,000-ങ്ങളിൽ ശ്രേഷ്ഠനാ. ഹല്ലേലൂയ. അഴകിൽ നമ്മുടെ കർത്താവിന് ഹല്ലേലൂയ ദൈവമക്കളെ സമമായി പറയുവാൻ ആരുമില്ല. നമ്മുടെ കർത്താവ് ആ അഴകുള്ള കർത്താവാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. 10,000-ങ്ങളിൽ അതിശ്രേഷ്ഠനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. പ്രിയ വിശ്വാസത്തോടെ ഒന്ന് വിളിച്ചു പറഞ്ഞാട്ടെ, വാഗ്ദത്തം നിവർത്തിപ്പാൻ അവൻ ശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് വാഗ്ദത്തം നിവർത്തിപ്പാൻ ശക്തനാണ്. ഹല്ലേലൂയ. മഹാപർവ്വതങ്ങളെ നോക്കി ഒന്ന് വിളിച്ചു പറഞ്ഞാട്ടെ, എന്റെ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. ശൂന്യമായ മരുഭൂമിയെ നോക്കി ഒന്ന് വിളിച്ചു പറഞ്ഞാട്ടെ, എന്റെ ദൈവം ശക്തനാണ്. ബലഹീനമായ നമ്മുടെ ശരീരത്തെ നോക്കി ഒന്ന് വിളിച്ചു പറ, എന്റെ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ പൈതലേ, റോമാലേഖനം 4-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു, അവിടെ ദൈവം ശക്തനെന്ന് വിശ്വസിച്ചു. ദൈവം ശക്തനെന്ന് വിശ്വസിച്ചാൽ നിനക്ക് നീതീകരണവും പ്രതിഫലവും ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ആകയാൽ പ്രിയരെ, നീതിമാന് ജീവവൃക്ഷം പ്രതിഫലമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നീതിമാന് ജീവവൃക്ഷം പ്രതിഫലമാണ്. അതുപോലെ നീതിമാന് ഭൂമിയിൽ പ്രതിഫലം ഉണ്ട്. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. വചനം ഏറ്റെടുക്കുന്ന ദൈവജനമേ, ഇന്ന് നിങ്ങൾക്കൊരു പ്രതിഫലമുണ്ട്. എത്ര പേർക്ക് വിശ്വാസത്തോടുകൂടി വചനത്തെ ഏറ്റെടുക്കുവാൻ കഴിയും? ഹല്ലേലൂയ. സ്വർഗത്തിൽ നമുക്ക് പ്രതിഫലം കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എന്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കാൻ പോകുക. പ്രിയ ദൈവ പൈതലേ, സ്നേഹിത, നീതി പ്രവർത്തിപ്പാൻ തക്കവണ്ണം നാം എന്ത് ചെയ്യണം? സ്നാനമേൽക്കണം. ഹല്ലേലൂയ. നീതി ഏൽക്കുവാൻ തക്കവണ്ണം, അതായത് നീതി നിവർത്തിപ്പാൻ തക്കവണ്ണം സ്നാനമേൽക്കണം. യേശു കർത്താവ് ലോകത്തിന്റെ പാപം ചുമക്കുവാൻ ഇറങ്ങി വന്നു. കർത്താവ് പാപം ചെയ്തത് കൊണ്ടാണോ സ്നാനമേറ്റത്? അല്ല പ്രിയരെ. മാനവജാതിയുടെ പാപത്തെ പോക്കുവാൻ, മാനവജാതിയെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ നമ്മുടെ കർത്താവ് യോർദാൻ നദിയിൽ സ്നാനമേൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു പാപിയെ പോലെ കർത്താവ് അവിടെ സ്നാനമേൽക്കുവാനായി നിന്നു. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ അരികിൽ പറയുക, നീതി പ്രാപിപ്പാൻ തക്കവണ്ണം സ്നാനമേൽക്കണം. എന്താ പറഞ്ഞത്? നീതി പ്രാപിപ്പാൻ തക്കവണ്ണം സ്നാനമേൽക്കണം. യേശു കർത്താവ് പാപികളുടെ നടുവിലേക്ക് ഇറങ്ങി വന്നു. ദൈവത്തിന്റെ കുഞ്ഞാടാണ് ദൈവമക്കളെ. ആകയാൽ ഒരു പാപിയെ പോലെ കർത്താവ് ഇറങ്ങി വന്നു.
നീതി പ്രാപിപ്പാൻ തക്കവണ്ണം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് സ്നാനമേൽക്കണമെന്ന് കർത്താവ് യോഹന്നാനോട് പറയുക. ഭക്തനായ സാധു കൊച്ചുകുഞ്ഞു ഉപദേശി പറഞ്ഞൊരു കാര്യം ഇവിടെ നമുക്കറിയാലോ ദൈവമക്കളെ. പ്രാർത്ഥനയിൽ താൻ കണ്ട ഒരു ദർശനമാണ്. ഒരു പഴയ ഗാനത്തിൽ അത് എങ്ങനെ പാടുന്നു, നമുക്ക് ആ പാട്ടൊന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കണ്ടാലും ലോകത്തിന്റെ പാപത്തെ ചുമക്കും ദൈവ കുഞ്ഞാട്, കണ്ടുപോരും പാപിയെന്നപ്പോൾ സ്നാനമേൽക്കുവാൻ പോകുന്നു. കണ്ടാലും ലോകത്തിന്റെ പാപത്തെ ചുമക്കും ദൈവ കുഞ്ഞാട്, കണ്ടുപോരും പാപിയെന്നപ്പോൾ സ്നാനമേൽക്കുവാൻ പോകുന്നു. ഇല്ലില്ല നിന്ന സ്നാനമേൽക്കുവാനുണ്ടെനിക്കേറ്റം ആവശ്യം. വല്ലഭാമിന്റെ ചെരുപ്പ് ചുമന്നിടുവാനില്ല യോഗ്യത. അതിന്റെ കടസി ചരണം കൂടെ നമുക്ക് പാടാം. പ്രൈസ് ദി ലോർഡ്. ഉടനെ പ്രിയൻ ഇറങ്ങി സ്നാനമേറ്റുകൊണ്ടു കയറി, പെട്ടെന്നാത്മാവും വന്നു തന്റെ മേൽ പ്രാവുരൂപത്തിൽ ഇറങ്ങി. ആരിതാവരും നാരിതാവരും നിസുരക്ഷകൻ അല്ലയോ. പരമോന്നതൻ സ്നാനമേൽക്കുവാൻ യോർദാനാറ്റിങ്കൽ വരുന്നു. ആരിതാവരും നാരിതാവരും നിസുരക്ഷകൻ അല്ലയോ. പരമോന്നതൻ സ്നാനമേൽക്കുവാൻ യോർദാനാറ്റിങ്കൽ വരുന്നു. പ്രിയ ദൈവമക്കളെ, ഈ പാട്ടിന്റെ ട്യൂൺ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ ഒന്ന് കേട്ടപ്പോൾ അങ്ങനെ പാടിയെന്നേ ഉള്ളൂ. സോ തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവ് പാപം ചെയ്തത് കൊണ്ടല്ല യോർദാൻ നദിയിലേക്ക് ഇറങ്ങി വന്നത്. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ യോഹന്നാൻ സ്നാനമേൽക്കുകയാണ് ചെയ്തത്. ഈ ലോക മനുഷ്യരുടെ സകലരുടെയും പാപങ്ങളെ മന്നിക്കുവാൻ വേണ്ടി, സകലരുടെയും പാപങ്ങളെ ആ വെള്ളത്തിൽ കർത്താവ് കഴുകുവാനായിട്ട്, കർത്താവ് നീതീകരിക്കപ്പെടുവാനായിട്ടാ അവിടെ ഇറങ്ങി വരുന്നത് എന്നത് നാം മനസ്സിലാക്കിക്കൊള്ളണം. നീതി പ്രാപിപ്പാൻ തക്കവണ്ണം എനിക്ക് സ്നാനം ഏൽക്കണം. ഹല്ലേലൂയ. ഭക്തനായ ആ കൊച്ചു കുഞ്ഞു ഉപദേശിയുടെ ആ പാട്ട് എത്ര മനോഹരമായിട്ടാണ് അതിൽ ആ വരികൾ കൊടുത്തിരിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, യോർദാൻ നദിയുടെ തീരത്ത് ഒരു പാപിയെ പോലെ സ്നാനമേൽക്കുവാൻ നമ്മുടെ രക്ഷകനായ കർത്താവ് ഇറങ്ങി വരികയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, ദൈവിക കൽപ്പനകൾ പാലിച്ചാൽ പ്രതിഫലം ഉണ്ട്. ഹല്ലേലൂയ. നീതിമാനായി ജീവിച്ചാൽ പ്രതിഫലം ഉണ്ട്. പാപത്തെ ഏറ്റുപറഞ്ഞ് ആമേൻ നീതിയുള്ളവരായി ജീവിക്കുമ്പോൾ സ്വർഗീയ പ്രതിഫലം ദൈവം നമുക്കായി തരും. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ദൈവസന്നിധിയിൽ ഈ വിഷയത്തിന് മുൻപിൽ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ തന്നെ ദൈവകരങ്ങളിൽ ഒന്ന് സമർപ്പിക്കുവാൻ കഴിയുമോ? കർത്താവേ, അങ്ങനെക്ക് വേണ്ടി ഒരുക്കുന്ന പ്രതിഫലം എനിക്ക് വേണമപ്പ. അതിനായി എന്നെ പരിശുദ്ധമായി എന്നെ നീതീകരിക്കുവാൻ ഞാൻ നീതീകരിക്കപ്പെടേണ്ടതിനായി കർത്താവേ എന്നെ പരിശുദ്ധമാക്കണമേ എന്ന എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും? ദൈവത്തിന്റെ ആ സന്നിധിയിലേക്ക് ഒന്ന് അടുത്ത് വരുവാൻ കഴിയുമോ? കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് സമർപ്പിക്കുവാൻ കഴിയുമോ? കർത്താവ് നമുക്ക് വേണ്ടി നീതിയുടെ കിരീടം ഒരുക്കി വെച്ചിരിക്കുക. ദൈവമക്കളെ, ആ നീതിയുടെ കിരീടം പ്രാപിക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മളെ സമർപ്പിച്ചു കൊടുക്കാം. പ്രിയ ദൈവ പൈതലെ,
ഹല്ലേലൂയ 2025 അവസാന നിമിഷത്തേക്ക്, ഈ മാസത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുക. പുതുവർഷം നമുക്ക് കടന്നു വരും. എത്ര പേർക്ക് പുതുവർഷം ലഭിക്കുമെന്നറിയില്ല. എങ്കിലും പ്രിയ ദൈവജനമേ, ഓരോ നിമിഷവും നമ്മുടെ മുൻപിൽ കടന്നു പോകുമ്പോൾ എന്റെ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ എന്റെ കർത്താവ് ഒരു രാജ്യത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. എന്റെ കർത്താവ് ഒരു നിത്യതയെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ആ നിത്യ രാജ്യത്തിന്റെ അവകാശിയായി തീരുവാൻ എന്റെ കർത്താവേ എന്നെ ഒരുക്കണമേ എന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നാളുകളായി നമുക്ക് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ കുടുംബത്തിലുള്ളവർ, നമ്മുടെ ദേശനിവാസികൾ, നമ്മുടെ സംസ്ഥാനം, നമ്മുടെ രാജ്യം ഒക്കെ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവമക്കളെ, അനേകരോട് സുവിശേഷം പറയുവാൻ ദൈവം ഈ നാളുകളായി സഹായിക്കട്ടെ. ലോകമെമ്പാടുമുള്ള ജനങ്ങളോട് സത്യ സുവിശേഷം. എന്താണ് സുവിശേഷം? നമ്മുടെ കർത്താവ് വരാൻ പോകുന്നു. ജീസസ് ക്രൈസ്റ്റ് ഈസ് കമ്മിങ് സൂൺ. എന്റെ കർത്താവ് വരാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇന്നിക്ക് അനേകരുടെ സുവിശേഷം എന്ന് പറയുന്നത് ഇന്നിക്കെല്ലാം വാഗ്ദത്ത സുവിശേഷമായി ചെയ്തുകൊണ്ടിരിക്കുക. എന്താ വാഗ്ദത്ത ഉപദേശം? സുവിശേഷം എന്ന് പറയുന്നത് അതിരാവിലെ എഴുന്നേറ്റ് ഏതെങ്കിലും പോസ്റ്റ് ഇട്ടിട്ട് ഏതെങ്കിലും ഒരു വാക്യത്തെ ഇട്ടിട്ട് വാഗ്ദത്തമാണ്. ഇതാ കർത്താവ് നൽകിയിരിക്കുന്ന വാഗ്ദത്തം. എന്റെ കുഞ്ഞേ, എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര, ദേവദാസനെ, ദേവദാസിയെ, നീ പോസ്റ്ററുകൾ തേടി 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 പോകാതെ കാലങ്കത്തല എഴുന്നേറ്റ് നീ എന്ത് ചെയ്യണമെന്നറിയാമോ? മുട്ടിൽ മേൽ നിന്ന് ഒരു വ്യക്തിക്ക് വേണ്ടിയെങ്കിലും കണ്ണുനീരോട് നിനക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നെങ്കിൽ അത് നിനക്ക് പ്രതിഫലമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നാം ഇടിവിൽ നിന്ന് അനേകരുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് പ്രതിഫലം ഒരുക്കി വെച്ചിരിക്കുക. ദൈവമക്കളെ, നമുക്ക് പ്രതിഫലം ഉണ്ടാകും. ആകയാൽ എത്ര പേർക്ക് കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് എത്ര പേർക്ക് പ്രതിഫലം വേണം? എന്റെ കർത്താവേ, അങ്ങനെക്ക് വേണ്ടി ഒരുക്കുന്ന ആ നിത്യമായ ആ പ്രതിഫലം എനിക്ക് വേണം കർത്താവേ. അങ്ങയുടെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം എന്നെയും കർത്താവ് ഒരുക്കണമേ എന്ന എത്ര പേർക്ക് സമർപ്പണത്തോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ സമർപ്പിക്കപ്പെടുവാൻ കഴിയും? എത്ര പേർക്ക് അടുത്തു വരുവാൻ കഴിയും? എന്റെ അപ്പ, എന്നോട് കർത്താവ് ഇടപെടണമേ. ഈ വചനത്തിലൂടെ തന്നെ എന്റെ അപ്പൻ എന്നോട് സംസാരിക്കണമേ എന്ന് എത്ര പേർക്ക് സമർപ്പിക്കുവാൻ കഴിയും? ഇന്ന് രാത്രികാലം നിങ്ങൾ ഉറങ്ങുമ്പോഴാകട്ടെ, ഏത് സമയമായാലും ശരി, എന്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവുമായിട്ടുള്ള ഒരു അഭേദ്യ ബന്ധം സ്ഥാപിച്ചവരായി തീരുവാൻ നാം എല്ലാവരും ഒരുങ്ങണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ നാളുകളെ പ്രാർത്ഥന എന്ന ഒരു കോട്ടയെ, പ്രാർത്ഥന എന്നൊരു കോട്ട മതിലിനുള്ളിൽ നിങ്ങൾ ആയിരിക്കുന്നുവോ എന്ന് നിങ്ങൾ ചിന്തിച്ചു കൊള്ളണം. ആകയാൽ ഹല്ലേലൂയ, പ്രാർത്ഥിക്കാത്ത ഒരു വ്യക്തിക്ക് ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നത് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ദൈവമായിട്ട് നിനക്ക് ബന്ധം ഉണ്ടാവണമെങ്കിൽ നീ പ്രാർത്ഥിക്കണം. നീ പ്രാർത്ഥിക്കുന്നത് ദൈവമായിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോടാണ് നീ പ്രാർത്ഥിക്കുന്നത്. നീ വേദ പുസ്തകത്തെ വായിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, വചനത്തിലൂടെ ദൈവം നിന്നോട് സംസാരിക്കും. നിനക്ക് നല്ല ദർശനം, വെളിപ്പാട് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, രാത്രിയുടെ യാമങ്ങളിലൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം, നിലവിളിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ഹല്ലേലൂയ സമശിഷ്ടങ്ങൾക്ക് വേണ്ടി എത്ര പേർ നിലവിളിക്കുന്നു? എത്ര പേർ പ്രാർത്ഥനയോടെ കൂടെ നിങ്ങൾ ആയിരിക്കുന്നു? ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ പലപ്പോഴും എന്റെ അനുഭവ സാക്ഷ്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സമയം നമ്മുടെ മുൻപിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എങ്കിലും ഒരു വാക്കിലൂടെ പറയട്ടെ. എന്റെ മാതാപിതാക്കളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രിയരെ, എന്റെ മാതാപിതാക്കൾ, അല്ലെങ്കിൽ എന്റെ പിതാവ് കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനായിരുന്നു. ഇന്നേക്ക് കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ട് 8 വർഷം കഴിഞ്ഞിരിക്കുന്നു. പ്രിയ ദൈവ പൈതലെ, ഞാൻ ഒന്ന് വിളിച്ചു പറയട്ടെ. അവർ എന്റെ മമ്മിയും എന്റെ ഡാഡിയും എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്ന സമയം, അവർ രാത്രി അവർ കുറക്കം കാണത്തില്ലെങ്കിലും രാത്രി നേരം വെളുപ്പാകുമ്പോൾ ഒരു 2 മണിക്ക് എഴുന്നേറ്റ നേരം വെളുക്കുന്നത് വരെ അവർ പ്രാർത്ഥിക്കുമായിരുന്നു. അവർ പാടുന്ന പാട്ടിന്റെ ശബ്ദം കേട്ടുകൊണ്ട് ഞങ്ങൾ താമസിക്കുന്ന ആ ദേശക്കാർ ഉണരുന്നത് തന്നെ. ഒരു ദിവസമെങ്കിലും അവരുടെ പാട്ടിന്റെ ശബ്ദം കേൾക്കാതെ വന്നാൽ നാട്ടുകാർ ചോദിക്കുമ്പോൾ അവർ ചോദിക്കും, നിങ്ങൾ ഇന്ന് എവിടെയാ, വീട്ടിലില്ലായിരുന്നോ എന്ന് ചോദിക്കും. കാരണം അവരുടെ പാട്ടിന്റെ ശബ്ദം ഞങ്ങൾ അവിടെ മുഴുവൻ കേൾക്കും. അതുപോലെ ഉറച്ച പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുമായിരുന്നു. പ്രിയരെ, എന്റെ പിതാവ് ഉറങ്ങുന്ന രാത്രിയിൽ പോലും അന്യഭാഷ പറഞ്ഞുകൊണ്ട് ഉറങ്ങുന്നത്, ഉറക്കത്തിൽ ആ ദർശനം കാണുന്നതും ഒക്കെ അന്യഭാഷയിൽ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങൾ ഓരോ മുറികൾ കിടന്നുറങ്ങുന്നവരെല്ലാവരും കേൾക്കും. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയാമോ? നോഹയും കുടുംബം പോലെ ഞങ്ങൾ 8 പേരാ. ഞങ്ങൾ 6 മക്കളും അപ്പനും അമ്മയും, ഞങ്ങൾ 8 പേരാ. ഞങ്ങൾ എല്ലാവരും കൂടെ എഴുന്നേൽക്കും.
അപ്പൊ ഞങ്ങൾ കുഞ്ഞുങ്ങളാ, പക്ഷെ ഞങ്ങൾ എല്ലാവരും എഴുന്നേറ്റിരിക്കും. എന്നിട്ട് ഞങ്ങൾ ഹല്ലേലൂയ ദൈവമക്കളെ, ഞങ്ങൾ എഴുന്നേറ്റ് പോയി ഡാഡിയുടെ അടുത്ത് പോയി ഞങ്ങൾ ഇരിക്കും. എന്നിട്ട് ഞങ്ങൾ ചോദിക്കും, ദർശനം വല്ലതും കണ്ടോ എന്ന് ചോദിക്കും. എന്നാൽ സമയഭേദം കൂടാതെ ഞങ്ങൾ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രിയ ദൈവമക്കളെ, അന്ന് ഞങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചത് കൊണ്ടാ, ഞങ്ങളുടെ മാതാപിതാക്കൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചത് കൊണ്ടാ ഇന്ന് എന്റെ സഹോദരങ്ങൾ ദേശത്തിന്റെ നാനാഭാഗത്തും അവരായിരിക്കുന്നു. എല്ലാവരും കർത്തൃ സന്നിധിയിൽ തന്നെയാ. ഞങ്ങൾ 6 പേരും വചനവുമായി നിൽക്കുന്നു. പ്രിയരെ, എനിക്കിത് പറയുന്നതിൽ അഭിമാനമുണ്ട്. ഞങ്ങളുടെ പിതാവ് ഞങ്ങൾക്ക് കാണിച്ചു തന്ന ആ മാതൃകയിലൂടെ തന്നെ ഞങ്ങൾക്ക് സഞ്ചരിക്കുവാൻ ഞങ്ങളുടെ ഭവനത്തിൽ വന്ന മരുമക്കളും ശരി, കൊച്ചുമക്കളും ശരി, എല്ലാവരും കർത്താവിന്റെ സന്നിധിയിൽ തന്നെയാ. ഇന്നേക്ക് ഞങ്ങൾക്ക് മാറ്റി നിർത്തുവാൻ ആരുമില്ല. എന്റെ പ്രിയരെ, അത്രമാത്രം അന്ന് അവർ നിലവിളിച്ചത് കൊണ്ട്, അന്ന് അവരുടെ കണ്ണുനീരാ ഇന്ന് ഞങ്ങൾ ഹല്ലേലൂയ ദൈവമക്കളെ സന്തോഷത്തോടുകൂടി വചനവുമായി നിൽക്കുന്നത്. ആകയാൽ ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരനെ, സഹോദരിയെ, കുടുംബത്തിനകത്ത് പ്രാർത്ഥന ഉണ്ടാവണം. കുടുംബത്തിനകത്ത് എല്ലാവരും വന്നില്ലെന്ന് പറഞ്ഞ് മാറിയിരിക്കരുത്. ഹല്ലേലൂയ, നീ കുടുംബത്തിനകത്ത് ഒരു വ്യക്തിയാണോ, നീ നിലവിളിച്ചാൽ നിന്റെ നിലവിളിക്ക് പ്രതിഫലമുണ്ട്. ഹല്ലേലൂയ, നിന്റെ നിലവിളിക്ക് മറുപടിയുണ്ട്. നിന്റെ നിലവിളിക്ക് കരച്ചിലിന് പ്രതിഫലം കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു പക്ഷെ നിന്റെ ഒരു പാട്ടായിരിക്കാം, നിന്റെ ഒരു പ്രാർത്ഥനയായിരിക്കാം ആ കുടുംബത്തെ മുഴുവനും ദൈവസന്നിധിയിലേക്ക് എത്തിക്കുന്നത്. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, എന്റെ വാക്കുകളെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് പ്രതിഫലം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ആ പ്രതിഫലം നേടുവാനായിട്ട് ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. നാം ദൈവസന്നിധിയിൽ പരിശുദ്ധത്തോടുകൂടെ ജീവിക്കുവാൻ സ്വർഗം നമ്മളെ എല്ലാവരെയും സഹായിച്ച് മാനിക്കുമാറാകട്ടെ. പ്രിയരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. എല്ലാവരും ഇരിക്കുന്ന ഇടത്ത് ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ചാട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ കർത്താവ്, ഇന്നത്തെ ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയൊരു സന്തോഷ സമാധാനത്തെ കൊണ്ടുവന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കാൻ, പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിക്കാണ് കർത്താവ്. അപ്പം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ആ നിത്യ രാജ്യത്തിന്റെ ആ ഓഹരിക്കാരായി തീരുവാൻ എന്റെ കർത്താവ് ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന പ്രതിഫലത്തിന്റെ ഓഹരിക്കാരായി തീരുവാൻ സ്വർഗം ഞങ്ങളെ സഹായിച്ചു മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം വചനം കേട്ടവർക്കായി സ്തോത്രം, വചനം കേൾക്കുവാനുള്ളവർക്കായി സ്തോത്രം. പിതാവേ, ഞങ്ങളുടെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന വേളയിൽ വരവിൽ പ്രത്യാശയുള്ളവരായി തീരേണ്ടതിനാ വേണ്ടി ഞങ്ങൾ എല്ലാവരെയും കർത്താവ് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയ്ക്കുള്ളിൽ അപ്പച്ചം പൊതിയണമേ, രക്തത്താൽ എല്ലാവരും കഴുകിയ അപ്പച്ചം മുദ്രയിട്ടാണ്. കൃപയാൽ നിറച്ചന്റെ കർത്താവ്, ആരെങ്കിലും നിരാശയുടെ ദുഃഖത്തോടുകൂടെ ആയിരുന്നു എങ്കിൽ ഇന്നത്തെ വചനം അവർക്ക് ഒരു സമാധാനത്തെ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കട്ടെ. പിതാവ് അനുഗ്രഹിച്ച അടിയനെ ഒരുക്കിയതിനായി സ്തുതിക്കുന്നു. പിതാവ് അനുഗ്രഹിച്ചാട്ടെ, സകല നന്മകളെ കൊണ്ട് നിറയ്ക്കണപ്പ. സകലത് ഞങ്ങൾക്കായി ജീവന വെടിഞ്ഞ ആരും രക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പ്രിയമുള്ള ദൈവമക്കളെ, എനിക്ക് ഇങ്ങനെ ഒരു അവസരം കൂടെ ഒരുക്കി തന്ന പ്രിയ സാജു ബ്രദറിനോട് കുടുംബത്തോടുള്ള എന്റെ നന്ദിയും സ്നേഹത്തെയും അറിയിക്കുന്നു. അതുപോലെ തന്നെ ആരംഭം മുതൽ അവസാനം വരെ എന്റെ റോസ് ഫാമിലി എന്ന പേജിന്റെയും എന്റെ വാട്സപ്പ് കൂട്ടായ്മയുടെയും ഒക്കെ അഡ്മിന്മാർ, എന്റെ സഹോദരങ്ങളൊക്കെ നിങ്ങൾ ആരംഭം മുതൽ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നതിനോടൊപ്പം മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രത്യേക നന്ദി അറിയിക്കട്ടെ. പ്രിയരെ, കർത്താവ് വരാറായി. കർത്താവിന്റെ വരവിനായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. പ്രത്യാശയുള്ളവരായി തീരുവാൻ സ്വർഗം നമ്മളെ സഹായിച്ചു മാനിക്കുമാറാകട്ടെ. അടുത്ത ആഴ്ചയിൽ എന്റെ മെസ്സേജ് പകൽ 4 മണിക്കായിരിക്കും എന്നത് ഞാൻ അറിയിക്കുന്നു. ദൈവമായി കർത്താവ് സഹായിക്കുമാറാട്ടെ. എന്റെ ഷോർട്ട് മെസ്സേജസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമെങ്കിൽ റോസ് ഫാമിലിയുടെ യൂട്യൂബ് ചാനൽ 2 സജീവമാണ്. റോസ്ലിൻ സുരേഷ് ഈറോഡ് എന്നും റോസ് മോൾ ഒഫീഷ്യൽ എന്നും 2 അക്കൗണ്ട്. എപ്പോഴും നിങ്ങൾക്ക് തമിഴിലും മലയാളത്തിലും നിങ്ങൾക്ക് നല്ല ആശ്വാസപ്രദമായ ഷോർട്ട് മെസ്സേജസ് നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ്. നിങ്ങൾക്കും വചനം കേൾക്കുവാനുള്ള ഒരു നല്ല അവസരം കൂടി ഉണ്ട് എന്നതും അറിയിച്ചുകൊണ്ടും എന്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കുന്നു. ദൈവമായി കർത്താവ് സകലരെയും അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.